ഹലോ ഗൈസ്, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ വന്നിട്ട് ലൈഫ് വേഴ്സസ് റിയാലിറ്റിയാണ്. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഏകദേശം 1 വർഷം ആവാൻ പോകുന്നു. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ചേഞ്ചസ്, പിന്നെ നാട്ടിൽ വെച്ചിട്ട് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ കണക്കൂട്ടി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എക്സ്പെക്റ്റേഷൻസ് വേഴ്സസ് റിയാലിറ്റി എന്ന് പറയുന്നൊരു സംഭവത്തിലേക്ക് വരും. അപ്പോൾ എങ്ങനെയൊക്കെയാണ് കുവൈറ്റ് ലൈഫ് എന്നൊരു ചെറിയൊരു ബ്രീഫ് ഐഡിയ ആണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ. പിന്നെ ഇപ്പോൾ നാട്ടിൽ ഒട്ടും നടക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഇവിടെ നടക്കേണ്ടി വരും. ഇപ്പം ഞാനൊക്കെ ഏകദേശം ഒരു 4 കിലോമീറ്ററൊക്കെ ഒരു ദിവസം നമുക്ക് നടക്കണം. അത് ജോലിയുടെ ഭാഗമായിട്ടുള്ള ഒരു ഇതും കൂടി പറഞ്ഞിട്ടാണ് ഞാൻ കൂട്ടിയിട്ടാണ് പറഞ്ഞത്. ഞങ്ങളുടെ ജോലി അങ്ങനത്തെ ഒരു ജോലി ആയതുകൊണ്ടാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ബസ് കിട്ടണമെങ്കിൽ ബസ് കിട്ടിയെന്ന് ഇറങ്ങുക. പിന്നെ ഇപ്പോൾ ബക്കാലയിലേക്ക് പോകണം. ഇപ്പോൾ ഞാൻ പൊതുവേ ബക്കാലയിൽ അങ്ങനെ പോകാറില്ല. ബക്കാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഷോപ്പാണ്. ഷോപ്പിൽ പോകാറില്ല. ഞാൻ നെസ്റ്റോ അതുപോലെ തന്നെ ഗ്രാൻഡിലൊക്കെയാണ് പോകാറുള്ളത്. അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ നമുക്കൊരാഴ്ചയിലൊക്കെ ഇങ്ങനെ കിട്ടിയിട്ട് നമ്മൾ പോകും. അപ്പോൾ അവിടെ പോകുമ്പോൾ അങ്ങനെ നടക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാത്തിനും ഒരുപാട് വിലകളും കാര്യങ്ങളൊക്കെ ഇരിക്കും. നമ്മളിങ്ങനെ പുറത്ത് പോയിട്ട് ഇങ്ങനെ എപ്പോഴും നമുക്കിങ്ങനെ ഭക്ഷണം കഴിക്കാനൊന്നും നമുക്ക് പറ്റില്ല. നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനൊക്കെ സ്ഥിരം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന ആളാണ്. ആഴ്ചയിൽ ഇങ്ങനെ ചിലപ്പോൾ ഒരു മന്തിയൊക്കെ കഴിക്കാൻ വേണ്ടി പോകും. നമുക്കിവിടെ ഒന്നും അങ്ങനെ ഒന്നും ചിലവാക്കാൻ തോന്നണില്ല. ഭക്ഷണം കഴിച്ച് ഇങ്ങനെ ഒരുപാട് പൈസ വരും. നമ്മളിങ്ങനെ എപ്പോഴും ഇപ്പോൾ 1 വർഷം 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാലും എൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴും കൺവേർട്ട് ചെയ്ത് നോക്കുന്നുണ്ട് നാട്ടിലത്തെ. എന്താണെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് നാട്ടിൽ നടക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നടക്കേണ്ടി വരും. ഞാനിവിടെ 96 കിലോ ഉണ്ടായിരുന്നു വന്നപ്പോൾ. ഇപ്പോൾ 79 കിലോ ആയി. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്രത്തോളം ഒരു 16-18 കിലോളം നമ്മൾ ഒറ്റയടിക്ക് കുറഞ്ഞു 3 മാസം കൊണ്ട്. അപ്പോൾ ഒരുപാട് നടക്കണം, അതൊരു ടാസ്ക്കാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യത്തിലും നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. ഇപ്പം നമ്മുടെ നാട്ടിൽ വൈഫ് ഉണ്ടാവും, അമ്മ ഉണ്ടാവും, എല്ലാ കാര്യത്തിനും. ഇവിടെ എല്ലാം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യണം. ഇപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ റൂമിലൊക്കെ വരുമ്പോൾ പലവർക്കും പല ബുദ്ധിമുട്ടുകളുണ്ടാവാം. ഇപ്പം നമ്മളെ ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല ചിലവർക്ക്, ചിലപ്പോൾ നമുക്ക് അവരിഷ്ടപ്പെടില്ല. അപ്പം എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം. പിന്നെ ഇതൊക്കെ പ്രവാസിയുടെ ഒരു ലൈഫ് സ്റ്റൈലാണ്. ഞാനിങ്ങനെ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. നമുക്ക് വരുമ്പോൾ തന്നെ ചിലപ്പോൾ റൂമൊന്നും ഭയങ്കര സൂപ്പർ റൂമൊന്നും കിട്ടൂല. ചിലപ്പോൾ 10 പേരൊക്കെ ഇടയിലേക്ക് ഇരിക്കുമ്പോൾ ഒരാളുടെ ഇടയിലേക്ക് കിടന്നുറങ്ങേണ്ടി വരിക. ചിലപ്പോൾ ജോലിയൊന്നും കറക്റ്റ് നമ്മൾ ഉദ്ദേശിച്ച പോലെ ജോലിയായിരിക്കില്ല. പക്ഷെ നമ്മളും അത്രത്തോളം നമുക്കത് ചെയ്തേ പറ്റുള്ളൂ നമ്മളിവിടെ വന്നിട്ട്. അപ്പം അങ്ങനത്തെ കുറേ ഇഷ്യൂസും കാര്യങ്ങളുണ്ടാവാം. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവരും നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല ആദ്യമായിട്ട് വരുന്നവർ. ഈ നടക്കണേൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നാട്ടിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊക്കെ പ്രത്യേകിച്ച് എന്ത് കാര്യം ഉണ്ടായാലും നമ്മുടെ വണ്ടി 2 വീലർ എടുത്തിട്ടാണ് പോകാറുള്ളത്. ഇവരാണെങ്കിൽ 2 വീലറൊന്നും എടുത്തിട്ടൊന്നും പോകാനൊന്നും പറ്റുന്നില്ല. ഒന്നാമതെ മുടിഞ്ഞ വെയിലായിരിക്കും 5 മാസം. ബാക്കി 5 മാസം തണുപ്പും. പിന്നെ 2 മാസം നല്ല മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ്. ഇപ്പോൾ നല്ല മോഡറേറ്റ് ക്ലൈമറ്റാണ്. നല്ല രസമാണ് ഇപ്പോൾ ക്ലൈമറ്റ്. വലിയ തണുപ്പില്ല, അന്ന് വെച്ചാൽ ഭയങ്കര ചൂടുമില്ല. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ ബൈക്ക് എടുക്കുക എന്നുള്ളത് എല്ലാവർക്കും പറ്റുന്ന ഒരു കേസുമല്ല. ലൈസൻസ് ഞാൻ പറഞ്ഞില്ല നേരത്തെ. പിന്നെയുള്ള ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകുമ്പോൾ, നമ്മളിവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകുമ്പോൾ ഒരു ചെറിയ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ പല തരം കടകളുണ്ട്. ഇപ്പോൾ കാണുമ്പോഴൊക്കെ ചിലപ്പോൾ ചിലവർ കട പോലെ തോന്നും. പക്ഷെ ഉള്ളിലേക്ക് മുടിഞ്ഞ പൈസ ആയിരിക്കും. നമ്മളിപ്പോൾ അഭിമാനിയായിട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചേട്ടാ എത്ര രൂപയാണ്, ആദ്യം തന്നെ എത്ര രൂപയാണ് ചോദിച്ചിട്ട് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഞാനൊക്കെ ചോദിക്കാറുണ്ട് എത്ര രൂപയാണ് ഫുഡിന്. കാരണം ഫുഡൊക്കെ ഓൾമോസ്റ്റ് കമ്പയറൊക്കെ ചെയ്തിട്ടാണ് ഞാൻ കഴിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ ഈ കറക്റ്റ് മക്കാനി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ കുറേ ഫ്രാഞ്ചൈസി ഷോപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ മലയാളി കടകൾ, പിന്നെ നമ്മുടെ നാട്ടിലെ തട്ടുകട പോലെ അങ്ങനത്തെ തട്ടുകട കിട്ടില്ല. പക്ഷെ എന്നാലും ആ റേറ്റിലൊക്കെ നല്ല ഫുഡ് കൊടുക്കുന്ന ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ 500 ഫിൽസ് 700 ഫിൽസിന് ബിരിയാണി കൊടുക്കുന്ന കടകൾ, പിന്നെ അതുപോലെ തന്നെ നല്ല ചായയും കടി കൊടുക്കുന്ന ചെറിയ ചെറിയ ഷോപ്പുകൾ, അങ്ങനത്തെ ഷോപ്പുകൾ നിങ്ങൾ നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ആദ്യം വരുമ്പോൾ നല്ല കുറവ്. പിന്നെ ഏറ്റവും ഫസ്റ്റ് വരുമ്പോഴൊക്കെ തന്നെ നിങ്ങൾ മെസ്സ് എടുക്കണേക്കും കുറച്ചും കൂടി നല്ലത് ആദ്യം വരുമ്പോഴേക്കാം. കാരണം ആദ്യം വരുമ്പോൾ കുക്ക് ചെയ്ത് കുറേ സാധനങ്ങളൊക്കെ വാങ്ങാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ
ആദ്യം ഈ പറഞ്ഞ പോലെ വരുമ്പോൾ ഇപ്പോൾ ചില മെസ്സുകളൊക്കെ നമ്മുടെ അവിടെ വന്നപ്പോൾ തന്നെ അന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല മെസ്സിന്. നമ്മൾ കുറച്ച് നാൾ ഒരു 30 ദിവസം കഴിഞ്ഞിട്ടൊക്കെ പൈസ കൊടുത്താൽ അങ്ങനെ മെസ്സൊക്കെ കിട്ടും. ഇപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മുടെ പൈസ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരാളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഫണ്ട് റേസ് ചെയ്യാനുള്ള ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഓപ്ഷൻസും ഇവിടെ കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായെന്ന് ചോദിച്ചിട്ട്, അതായത് അഡ്വാൻസ് ആയിട്ട് നമുക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെറിയ മെസ്സുകൾ അങ്ങനെ കൊടുക്കുന്നുണ്ട്. ഞാനൊക്കെ വന്നപ്പോൾ അങ്ങനെ ചെയ്തായിരുന്നു. ഒരു മാസത്തേക്ക് നമ്മൾ മെസ്സിലാണ് ഓർഡർ ചെയ്തത്. എന്നിട്ട് സാലറി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്തത്. അപ്പോൾ നിസ്സാര പൈസ ഒന്നുമല്ല കേട്ടോ. നമ്മളീ പറഞ്ഞ പോലെ 30 KD 35 KD ഒക്കെ വരും ഒരു മാസത്തെ ഫുഡ് എന്ന് പറയുന്നത്. നമ്മൾ നാട്ടിൽ കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ ഒരു 8,000 രൂപ 9,000 രൂപ വരും. അപ്പോൾ വരുമ്പോഴൊക്കെ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ അത് ഉണ്ടാവില്ല. ഉള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ ടിപ്പുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഈ വരുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ച് പൈസ കളയാതിരിക്കുക. പയ്യെ സാധനങ്ങൾ വാങ്ങിച്ചാൽ മതി. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പിന്നെ എപ്പോഴും വരുമ്പോൾ ശ്രദ്ധിക്കുക ബെഡ്, പിന്നെ അതുപോലെ തന്നെ ഈ ഫർണിച്ചർ കാര്യങ്ങളുള്ള വീട് സെലക്ട് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ നിങ്ങൾ കമ്പനിയാണ് തരുന്നുണ്ടെങ്കിൽ അതിൽ തന്നെ സേവ് ചെയ്യുക. എന്നിട്ട് ഒരു 2-3 മാസമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ പയ്യെ റൂമൊക്കെ ശ്രദ്ധിച്ചെടുക്കുമ്പോൾ എപ്പോഴും സിറ്റിയിൽ തന്നെ എനിക്കൊക്കെ മിസ്റ്റേക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളേരിയയിലൊക്കെ എടുക്കാൻ നോക്കി ഒരുപാട് പൈസയൊക്കെ കുറഞ്ഞ സ്ഥലത്തേക്ക്. പക്ഷെ അവിടെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. കാരണം ചിലപ്പോൾ നമ്മൾ ബംഗാളികളൊക്കെ നിൽക്കണം, അല്ലെങ്കിൽ വേറൊരു അതർ സ്റ്റേറ്റോ അല്ലെങ്കിൽ അതർ കൺട്രീസിലെ ആൾക്കാരൊക്കെ ചിലപ്പോൾ നിൽക്കേണ്ടി വരും. ചിലപ്പോൾ ഒരു 10 പേരോ 5 പേരൊക്കെ ഇപ്പോൾ നിൽക്കേണ്ടി വരും. അപ്പോൾ നമ്മളെപ്പോഴും നമ്മളെ മെൻ്റൽ സ്റ്റേറ്റും കൂടി ഒന്ന് നോക്കിയിട്ട് വേണം ആ ഒരു ഇത് നിൽക്കാൻ വേണ്ടിയിട്ട്. നമ്മളെപ്പോഴും സിറ്റി സൈഡിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഗുണങ്ങളേ ഉള്ളൂ. എപ്പോഴും നമുക്ക് എപ്പോഴും ബസ് കിട്ടും. പിന്നെ എവിടെയെങ്കിലുമൊക്കെ കറങ്ങി അടിച്ച് നടക്കാം. ഞാനൊക്കെ ചുമ്മാ ഇപ്പോൾ ഓഫാണ്, വെറുതെ ഇങ്ങനെ കറങ്ങി അടിച്ച് ഇറക്കും. അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് കിട്ടും നമുക്ക്. പിന്നെ എനിക്ക് പറയാനുള്ളത് ബസ്സിനെ പറ്റിയിട്ടാണ്. ഇവിടെ സിറ്റി ബസ്സിന് 15 KD നമ്മൾ മാസത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മന്ത്ലി കിട്ടും. അതായത് മന്ത്ലി നമുക്കൊരു 15 KD കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും സിറ്റി ബസ്സിൽ ഉള്ള പാസ് കിട്ടും. 1 month പാസ്സാണത്. സോ അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ ട്രാവലിങ്ങിനാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഈ 1 day പാസ് ഉണ്ട്. 1 KD കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിലും 1 day നടക്കാൻ വേണ്ടി പറ്റും, പോകാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങൾക്കിപ്പോൾ ഇവിടെ സിക്ക് ലീവൊക്കെ വന്ന് മുടി നല്ല തമ്പായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് സിക്ക് ലീവൊക്കെ വന്ന്, അപ്പോൾ സിക്ക് ലീവ് സാധാരണ നോർമലി നമുക്കൊരു ഫോം കമ്പനിയിൽ നിന്ന് തരും. നമ്മളത് എന്താ പറയുക, ഡോക്ടറുടെ കൊണ്ടുപോയിട്ട് സൈൻ ചെയ്യിപ്പിച്ച് 1 KD ഡോക്ടറിന് കൊടുത്ത് അല്ലെങ്കിൽ 2 KD ഒക്കെ വാങ്ങിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെയാണ് നോർമലി ഇവിടെ ചെയ്യാറ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഒരു Q8HC എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. ഞാൻ വേണമെങ്കിൽ അത് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ആ ആപ്പിൽ കൂടെ ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് സിക്ക് ലീവ് ഫ്രീ ആണ്. ഒരു മാസത്തിൽ 3 തവണയൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അത് ലീഗലാണ് ഇവിടെ, അത് അക്സെപ്റ്റബിൾ ആണ്. എല്ലാ കമ്പനിയും അത് അക്സെപ്റ്റ് ചെയ്യും. ഞങ്ങളുടെ കമ്പനിക്ക് അത് കൊടുത്താൽ മതി. ഇനി ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ മുടിഞ്ഞ പൈസയാണ് ഇവിടെ. ഹോസ്പിറ്റലിലും കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ സിവിൽ ഐ ഡി വെച്ചിട്ട് നിങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ഹോസ്പിറ്റൽ അല്ല ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് 7 KD 10 KD ഒക്കെ നമുക്ക് ചിലവ് വരാം. ഓക്കെ, ഡോക്ടർ ഫീസ് ഒരു 5 KD ഡോക്ടർ ഫീസ് ഇല്ലയെന്ന് തോന്നുന്നു. ഐ മീൻ ഒരു 5 KD കൊടുത്താൽ മതി. എന്തായാലും മാക്സിമം ഒരു 10 KD ഒക്കെ നിങ്ങൾക്ക് വരുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഡിപ്പെൻസ് അപ്പോൺ കമ്പനിയാണ്. ചില കമ്പനികൾ ഒന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചില കമ്പനികൾക്ക് ഫുള്ളി ഇൻഷുർഡ് ആയിരിക്കും. പിന്നെ അങ്ങനെ കമ്പനി എന്നൊക്കെ പറയുന്നത് വലിയ ഈ പറഞ്ഞ പോലെ ആക്സിഡൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായാലാണ് നമുക്ക് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ഇനി സ്വന്തമായിട്ട് കുക്ക് ചെയ്യാൻ അറിയാത്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ സിമ്പിളായിട്ട് പഠിക്കാവുന്നുള്ളൂ. ഒട്ടും പേടിക്കണ്ട. വീട്ടിൽ വരാം, റൂമിൽ വരാം, എല്ലാ ഇൻഗ്രീഡിയൻസും സെയിം ആയിരിക്കും. അതാദ്യം നമ്മൾ മനസ്സിലാക്കിയത്. എല്ലാത്തിലും ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകും ഇട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചൊക്കെ അറിയാവും. ഇപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ആദ്യമൊക്കെ കുറച്ച് മടിയൊക്കെ ആയിരിക്കും, പിന്നെ അത് റെഡിയായി വരും. സോ കുവൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് നിങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാരും ആയിക്കോട്ടെ, ഇപ്പോൾ നിങ്ങൾക്കൊരു സ്പെസിഫൈഡ് ആയിട്ടുള്ളൊരു സാലറി പാക്കേജ് നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് സാലറി പാക്കേജിൽ വന്നു കഴിഞ്ഞാലും ഇവിടെ ഇപ്പോൾ ഒരു ഹൈ സാലറീഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു നിങ്ങൾക്ക് കിട്ടാവുന്ന കുറേ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനെ പറ്റി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാം. ഇപ്പോൾ 800 KD എബവ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇവിടെ ഒരു
കാർ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പറ്റും, കാർ ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. 600 എബോവ് ഇത് മതി, പക്ഷെ എന്നാലും ഞാൻ 800 എന്ന് പറഞ്ഞതാണ്. 800 ബേസിക് സാലറി ഉള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ഫാമിലി അലവൻസും കിട്ടും. ഐ മീൻ ഫാമിലി നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അതിന് താഴെയുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും പറ്റില്ല. സോ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സാലറി പാക്കേജസ് ഒക്കെ എങ്ങനെയാണ്, നമുക്ക് സാലറി പാക്കേജ് കൊണ്ടുള്ള നമ്മുടെ ബെനിഫിറ്റ്സും കാര്യങ്ങളും, പിന്നെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള നമ്മളുടെ റെൻറ്റ്, നമുക്ക് എത്ര, ഇപ്പോൾ ഫാമിലി ആയിട്ടാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ചിലവാകും, പിന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ എത്രയൊക്കെയാണ് ക്യാഷ് പോകുന്നത്. പല ആൾക്കാരും ഇപ്പോൾ എന്നെപ്പോലുള്ള ആൾക്കാരൊക്കെ അല്ലെങ്കിൽ പല സാധാരണക്കാരൊക്കെ ആയിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒരു നല്ലൊരു ജോലി കിട്ടി പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അല്ലാത്ത കുറേ ആൾക്കാരെന്ന് പറയുന്നത് ഇപ്പോൾ IT മേഖലയിലുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് യൂറോപ്പിലോ ജർമ്മനി അതുപോലെ തന്നെ UK യിലേക്ക് ഒരുപാട് ജോലി ഓഫേഴ്സ് ചിലപ്പോൾ വന്നിട്ടുണ്ടാവാം, ചിലപ്പോൾ മിഡിൽ ഈസ്റ്റിലും വന്നിട്ടുണ്ടാവാം. ചിലപ്പോൾ അവർ കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ മിഡിൽ ഈസ്റ്റിലെ സാലറി ചിലപ്പോൾ കുറച്ച് കുറവ് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ഇനി രണ്ടാമത്തെ ആൾക്കാരെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളെപ്പോലൊരു സാധാരണക്കാർ ആളൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാട്ടിലെന്തായാലും ഇത്രപ്പത്തെ സാലറി ഒന്നും കിട്ടില്ല. സോ നല്ല സാലറിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കയറി പോരാം. ഇപ്പോൾ നിങ്ങളൊരു ചെറിയൊരു ഏജ് 24-23 വയസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് എങ്ങനെയായാലും ഇപ്പോൾ നിങ്ങൾക്കൊരു ചെറിയൊരു സാലറി ആണെന്നുണ്ടെങ്കിലും ഇവിടെ വന്ന് പിടിച്ച് നിന്ന് കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ നല്ല സാലറിയിലേക്ക് നിങ്ങൾക്ക് മാറാൻ വേണ്ടി പറ്റും. ഇനി ഈ കൺട്രി അല്ല വേറൊരു കൺട്രിയിലേക്കോ അല്ലെങ്കിൽ യൂറോപ്പിലേക്കൊക്കെ ഇവിടെ നിന്നൊക്കെ നമുക്ക് ജമ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈസി ആയിട്ട് പറ്റും. നിങ്ങളുടെ ഒബ്വിയസ്ലി നിങ്ങളുടെ ഡിപ്പെൻസ് അപ്പോൺ യുവർ പ്രൊഫഷനും കൂടിയാണ്. അപ്പോൾ നമ്മളെ നാട്ടിൽ നിന്ന് നമുക്ക് ചെറിയൊരു സാലറിയിൽ നിന്ന് വർക്ക് ചെയ്ത് മടുത്തൊരാൾക്ക് ഇങ്ങോട്ട് കയറി വരാം. ഇവർ ചെറിയൊരു സാലറി ആണെന്നുണ്ടെങ്കിലും ഹെസിറ്റേറ്റ് ഒന്നും ചെയ്യേണ്ട. നമുക്ക് നാട്ടിൽ വലിയ കടങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ധൈര്യപ്പെട്ട് കയറിപ്പോന്നു. അതിന് കയറിപ്പോകുന്നതെന്ന് പറയാൻ കാരണം ഇവിടെ വന്ന് നിങ്ങൾ നല്ലൊരു കമ്പനി ആയിരിക്കണം, പിന്നെ നിങ്ങളെ കൊണ്ടുവന്ന ഏജൻസി നല്ലതായിരിക്കണം. അങ്ങനെയൊക്കെയാണ് ഞാൻ കയറിപ്പോകുന്നതെന്ന് പറയുന്നത്. നമ്മൾ ഏജും നോക്കണം. ഇപ്പോൾ 10-30 വയസ്സായി അല്ലെങ്കിൽ 35 വയസ്സായി നമ്മളൊരു നാട്ടിലൊരു ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു നാട്ടിൽ ഓൾറെഡി ഒരു 40,000 രൂപയൊക്കെ നമുക്ക് കിട്ടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 60,000 രൂപ വന്നിട്ടുള്ള ഒന്നും കാര്യമില്ല. സോ അതാണ് ഞാൻ പറയുന്നത്. ഒരു 3 ഇരട്ടി എങ്കിലും മിനിമം നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിൻ്റെ ഒരു 3 ഇരട്ടിയെങ്കിലും നമുക്കിവിടെ സേവ് ചെയ്യാൻ വേണ്ടി പറ്റണം. ഞാൻ പറഞ്ഞത് സേവ് ചെയ്യാൻ വേണ്ടി പറ്റണം. ഇപ്പോൾ നാട്ടിൽ നിങ്ങൾക്കൊരു 20,000 രൂപ അല്ലെങ്കിൽ 25,000 രൂപ സേവ് ചെയ്യാൻ കിട്ടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു 3 ഇരട്ടി നമുക്കിവിടെ സേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു 75,000 ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കയ്യിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ 75,000 നിങ്ങൾക്ക് കയ്യിലൂടെ സേവ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്കൊരു 1,10,000 രൂപയൊക്കെ, അതായത് ഒരു 400 KD ഒക്കെ നിങ്ങൾക്ക് സാലറി വേണം. സോ അങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള പറ്റും. ഇപ്പോൾ നേഴ്സുമാരൊക്കെ ആണെന്ന് പ്രത്യേകിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നേഴ്സുമാർക്കൊക്കെ ഭയങ്കര സാലറി കുറവാണ്. ഇപ്പോൾ ഇവിടെ കമ്പാരിറ്റീവ്ലി ഒരു 600 ഒക്കെ വെച്ച് സ്റ്റാർട്ടിങ് ഉണ്ട്. സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ചിലപ്പോൾ 800 കിട്ടുന്നുണ്ടാവും. മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയറിൽ സ്റ്റാർട്ടിങ് ഇപ്പോൾ MOAയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് ഇപ്പോൾ ഒരു 700 600 ഒക്കെ സ്റ്റാർട്ടിങ് റേറ്റിലൊക്കെ ഉണ്ടാവും. എനിക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയില്ല. അപ്പോൾ അതൊക്കെ നമ്മുടെ നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ജർമ്മനി ആണെങ്കിലും യൂറോപ്പ് സെക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഒരുപാട് പേര് ഇവിടെ വന്നതിന് ശേഷം ഓസ്ട്രേലിയയിലേക്ക് പോകുന്നവരുണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ UK യിലേക്ക് ജമ്പ് ചെയ്യുന്നവരുണ്ട്. സോ നമുക്ക് ഈസി ആയിട്ട് ഒരു ജമ്പ് ചെയ്യാനും ഈ ഇൻ്റർനാഷണലായിട്ടുള്ള കുറേ കമ്പനീസായിട്ട് നമുക്കിവിടെ ഇൻ്റർനാഷണലായിട്ട് ഇപ്പോൾ സാലറി ഒക്കെ കുറവാണെന്നുണ്ടെങ്കിലും നമുക്കൊരു ഇൻ്റർനാഷണൽ കൾച്ചേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ മിഡിൽ ഈസ്റ്റിലൊക്കെ വരേണ്ടി വരും. ഇപ്പോൾ നാട്ടിൽ നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എത്രത്തോളം ഒരു വേൾഡ് എക്സ്പോഷർ കിട്ടുമെന്ന് എനിക്കറിയില്ല. സോ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആരെങ്കിലും ഒരാൾക്ക് ഏതെങ്കിലും ഒരു ഓഫറൊക്കെ കിട്ടി നാട്ടിലൊക്കെ നിന്നാൽ മതി എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാനൊക്കെ ഒരു 24-23 വയസ്സിലൊക്കെ എനിക്ക് ഒരുപാട് തവണ ഇങ്ങനെ ഓഫേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. മിഡിൽ ഈസ്റ്റിൽ വരാം. അന്നും ഈ പറഞ്ഞ പോലെ സാലറിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഇത്രയും ഒഴുക്കില്ല. അതായത് ഈ പറഞ്ഞ ഗൾഫിലൊക്കെ പോകുന്നവരുണ്ട്, പക്ഷെ എന്നാലും നമ്മുടെ ഈ പഠിക്കാൻ പോകുന്നതും എമിഗ്രേഷനായിട്ട് പോകുന്ന ആൾക്കാരും ഒക്കെ കുറവായിരുന്നു. അപ്പം അന്നൊക്കെ ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്. പക്ഷെ അന്നൊന്നും നമുക്ക് വരാൻ വേണ്ടി പറ്റില്ല. സോ അതിനൊക്കെ ഇപ്പോഴും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളൊരു 30s 32 ഏജിലൊക്കെ വരുമ്പോൾ നിങ്ങളൊരിക്കലും റിഗ്രറ്റ് ചെയ്യരുത്. നിങ്ങളൊരു സ്വീറ്റ് 24സിലൊക്കെ നിങ്ങൾ എടുക്കാൻ പറ്റിയ നിങ്ങൾ തീരുമാനങ്ങളൊന്നും എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നഷ്ടബോധം ഉണ്ടാവരുത്. ഇപ്പോൾ എന്ത് ജോലിയായാലും നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് കുറേ എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങൾക്ക് നാട്ടിൽ തന്നെ നിന്ന് ഒരുപാട് ക്യാഷ് കിട്ടുമെന്നുള്ളൊരു ജോലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ നാട് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. അല്ല നിങ്ങൾക്ക് പുറത്ത് പോകണം, നാട്ടിലേക്ക് ഇത്ര ഒരു ബ്രാക്കറ്റ് ഉണ്ടാവും. നമുക്ക് ഒരു ജോലിക്കും ഇത്ര നാട്ടിൽ ഇത്രയും കിട്ടുള്ളൂ എന്നുള്ളൊരു ബ്രാക്കറ്റ് ഉണ്ടാവും. സോ ആ ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് അതിൽ മേലേക്ക് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ വേണ്ടി നാട്ടിൽ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പുറത്ത് പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നമുക്ക്
ഇപ്പോൾ നല്ല സാലറി പാക്കേജുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുവൈറ്റിലോ അല്ലെങ്കിൽ യു എയിലോ അബുദാബിയിലൊക്കെ പോകുന്ന ദുബായ് യു എയിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ സിമ്പിളായിട്ട് നമ്മുടെ ഫാമിലിയെ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ലോ സാലറിയുടെ ആൾക്കാർക്കാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഈ സ്പൗസും നല്ല രീതിയിൽ പഠിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ യു എയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വിസിറ്റിംഗ് വിസയിലൊക്കെ വന്നിട്ട് അവർക്ക് ജോലിയൊക്കെ സെർച്ച് ചെയ്ത് അവരും നമുക്ക് ഈ പറഞ്ഞ പോലെ അവർക്കും വിസയിൽ നിർത്താൻ പറ്റും. ഇപ്പോൾ രണ്ടാൾ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ജോബ് വിസയിൽ അവരെ വേണമെങ്കിൽ കൊണ്ടുവരാം, ഇവിടെ വേണമെങ്കിലും കൊണ്ടുവരാം. പക്ഷേ ഇവിടെ കുറച്ചൊരു ടഫാണ് ജോബ് വിസയിൽ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ രണ്ടുപേരും ജോബ് വിസയിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ അതായത് നമ്മളെ ചൈൽഡിനെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു വിഭാഗം ആൾക്കാരെന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെയൊക്കെ ഒരു ഏജ് 30 വയസ്സിലൊക്കെ ഒരു ഏജിൽ നല്ല രീതിയിൽ കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നാട്ടിൽ. കുട്ടികൾ ഒരു വയസ്സായ 1.5 വയസ്സായ കുട്ടികളുണ്ട്, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ. സോ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവും. സോ അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഭയങ്കര ബുദ്ധിമുട്ട് ഇവിടെ വന്നിട്ട്. നമുക്ക് എത്രത്തോളം പൈസ കിട്ടിക്കഴിഞ്ഞാലും നമ്മുടെ ജീവിതം അവിടെ തന്നെയായിരിക്കും, നാട്ടിലായിരിക്കും. നമ്മളെപ്പോഴും ഇങ്ങനെ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ഒരു ഓപ്ഷനും ഇല്ല, നാട്ടിൽ നിന്ന് വൈഫിനെ കൊണ്ടുവരാനുള്ള ഓപ്ഷൻ ഇല്ല. കാരണം നമുക്ക് എത്രയും സാലറി പാക്കേജ് കാര്യങ്ങളില്ല. നമ്മളിവിടെ കുവൈറ്റിലാണ്, വേറെ ഒരു സ്ഥലത്ത് നമുക്ക് ജോലി കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഇങ്ങനെ ഭയങ്കര ഗ്ലൂമിയൊക്കെ ആയിരിക്കും. പിന്നെ ഇവിടെ എൻ്റർടൈൻമെൻറ്റ് എന്നൊക്കെ പറയാൻ ഭയങ്കര സംഭവങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത് എക്സ്പെക്റ്റേഷൻസ് വേഴ്സസ് റിയാലിറ്റി എന്നുള്ളത്. ഇപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ എനിക്കറിയായിരുന്നു ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ അന്വേഷിച്ചിട്ടൊക്കെയാണ് വന്നത്. ഇവിടെ വരുമ്പോൾ എങ്ങനെയൊക്കെ സംഭവങ്ങൾ വരാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പൊതുവെ 2 വർഷം 3 വർഷം കൊണ്ട് ഒന്നില്ലെങ്കിൽ ഇവിടെ നിന്ന് വേറൊരു കൺട്രിയിലേക്ക് ചാടണം, അല്ലാന്നുണ്ടെങ്കിൽ യൂറോപ്പിലേക്ക് വെസ്റ്റേൺ കൺട്രീസിലേക്ക് പോകണം, അല്ലാന്നുണ്ടെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു പോകണം എന്നുള്ളൊരു കോൺസെപ്റ്റിൽ തന്നെയാണ് ഇവിടെ വന്നത്. ഇപ്പോൾ എത്രത്തോളം നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ അറിയില്ല. ഇപ്പോൾ പറഞ്ഞ പോലെ കടങ്ങളും കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി എങ്ങനെയാണ് യൂറോപ്പിലേക്ക് പോവുക, അല്ലെങ്കിൽ ഇനി ഇവിടെ നിന്ന് എങ്ങനെയാണ് യു എയിലേക്ക് പോവുക, അല്ലെങ്കിൽ ഫാമിലിയായിട്ട് മൂവ് ചെയ്യാൻ പറ്റിയ സ്ഥലത്തേക്ക് എങ്ങനെ പോവുക എന്നുള്ളതാണ് എൻ്റെ നെക്സ്റ്റ് എയിം എന്ന് പറയുന്നത്. യൂറോപ്പ് തന്നെയാണ് മെയിനായിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്പിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അൺസ്കിൽഡ് ആയിട്ടൊക്കെയാണ് നമുക്ക് ഇവിടെ നിന്ന് പോകാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ ഒരുപാട് ഏജൻസീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഏജൻസീസും കാര്യങ്ങളുണ്ട്. ഞാൻ ഒരുപാട് തവണ ഈ പറഞ്ഞ പോലെ യൂറോപ്പിലേക്ക് പോകാൻ ട്രൈ ചെയ്തിട്ടുള്ളതാണ്. ഒരുപാട് നാൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ യു കെയിലേക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിലൊക്കെ കുറച്ച് സ്കാമുകൾ കാര്യങ്ങളൊക്കെ പെട്ടുപോയതുകൊണ്ടാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു തവണ ഏതെങ്കിലും ഒരു ഇതിൽ സക്സസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. അപ്പോൾ അതും നമുക്ക് വീഡിയോ അപ്ഡേറ്റ് ചെയ്യാം, ഇവിടെ നിന്ന് എങ്ങനെയാണ് നമ്മൾ യു എയിലേക്കൊക്കെ പോകുന്നുള്ളത്. അപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ ഒരുപാട് എക്സ്പെക്റ്റേഷൻസും കാര്യങ്ങളൊന്നും കൊടുത്ത് കുവൈറ്റിലേക്ക് വരണ്ട. ഇവിടെ എൻ്റർടൈൻമെൻറ്റ്സും കാര്യങ്ങളൊന്നുമില്ല. ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിൽ വെച്ചിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ക്യാഷ് ഉണ്ടാക്കാം. പിന്നെ ഞാൻ പറഞ്ഞ എപ്പോഴും വരുന്നതിന് മുന്നേ നമ്മൾ വരുന്ന കമ്പനിയെ പറ്റി പഠിക്കുക, നമ്മൾ വരുന്ന സ്ഥലത്തെ പറ്റി പഠിക്കുക, നമുക്കിവിടെ വരുന്ന ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ പറ്റി പഠിക്കുക. പിന്നെ നിങ്ങളെ തന്നെ ഒന്ന് വിലയിരുത്തി നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് നാട്ടിൽ നല്ല രീതിയിൽ ശമ്പളം ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത്രയും റിസ്ക് എന്നല്ല, ഇത്രയും എന്താ പറയുക, ഇപ്പോൾ നിങ്ങളൊരു നിങ്ങളുടെ ഫാമിലി വിട്ട് വരികയാണ്, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യാം. ഞാൻ വരുന്നതിൽ അതായത് നമ്മുടെ ഫ്യൂച്ചർ നമ്മൾ ഡിസൈഡ് ചെയ്യാം. നമ്മളിവിടെ എന്തിനാണ് വന്നത്? പൈസ ഉണ്ടാക്കാൻ വരുന്നവരുണ്ട്, കടം വീട്ടാൻ വരുന്നവരുണ്ട്, പിന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വരുന്നവരുണ്ട്, എൻജോയ് ചെയ്യാൻ വേണ്ടി വരുന്നവരുണ്ട്. സോ നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെടുന്ന ആരാണെന്ന രീതിയിൽ വരാം. എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങൾ പെരുമാറാം. ഇപ്പോൾ ഒരു വർഷത്തിന് നിങ്ങൾ ഒരു കമ്പനിയിലും, ഞാൻ പറയുന്നില്ല ഒരു 5 വർഷം 10 വർഷം ഒന്നും പിടിച്ചിരിക്കുക എന്നൊന്നും പറയുന്നില്ല. നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ജമ്പ് ചെയ്യാൻ ശ്രമിക്കുക എപ്പോഴും. അത് തന്നെയാണ് നല്ലത്. എപ്പോഴും ഹയർ ഗ്രോത്ത് നമുക്കൊരു ഗ്രാഫിൽ, ഇപ്പോൾ നമ്മളെ തന്നെ ഒരു ഗ്രാഫിൽ നമ്മൾ വരക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രോത്ത് ചെയ്ത് ഇങ്ങനെ പോകണം. അല്ലാതെ ഒരു സ്ട്രെയിറ്റ് ലൈനോടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഗ്രോത്ത് ഉണ്ടാവില്ല. സോ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. എന്തായാലും വളരെ നല്ലൊരു എക്സ്പെക്റ്റേഷൻസും കാര്യങ്ങളൊന്നും വെച്ച് ഇവിടെ വരാണ്ടിരിക്കുക എന്നുള്ളൊരു ചെറിയൊരു വീഡിയോ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ബൈ. See you again on the next video.